അല്ല, വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ധനുവച്ചപുരം VTM കോളേജ് നടന്നിട്ടുള്ളത്. 3-ാം വർഷ വിദ്യാർത്ഥി ഇത്ര അതിക്രൂരമായിട്ട് ABVP പരിപാടികളിൽ പങ്കെടുത്തില്ല എന്നുള്ളതിന്റെ പേര് കൂട്ടം കൂടി മർദ്ദിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമായിട്ട്. ഞാൻ ആ വിദ്യാർത്ഥിയുടെ മർദ്ദനങ്ങളേറ്റ് വിദ്യാർത്ഥി കിടക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ടു. ഞാൻ ഉടനെ തന്നെ ആ വിദ്യാർത്ഥിയെ നേരിട്ട് തന്നെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥിയെ ഞാൻ അവരുമായിട്ടൊക്കെ വീട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ABVP നമുക്കിപ്പോൾ പലതരത്തിലുള്ള ആശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. പലതരത്തിൽ നമുക്കറിയാം. ചിലപ്പോൾ ക്യാമ്പസുകളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ പ്രവർത്തിക്കാതിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആശയങ്ങളോട് മാനസികമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്ന സാഹചര്യം. പക്ഷേ ഈ വിദ്യാർത്ഥി തന്റെ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ ആ ക്യാമ്പസിൽ പുറത്തെടുത്തിട്ടില്ല. ആ വിദ്യാർത്ഥി പലതരത്തിലുള്ള മറ്റ് പ്രസ്ഥാനങ്ങളോട് ആശയം പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ ക്യാമ്പസിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ പോയിട്ടില്ല. നമുക്കറിയാം VTM കോളേജ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ABVP മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഏകാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല, ഏകാധിപത്യ പ്രവർത്തനം നടത്തപ്പെടുന്ന ഒരു ക്യാമ്പസാണ്. തിരുവനന്തപുരത്തെ MG കോളേജ് പോലെ മറ്റൊരു ക്യാമ്പസ് ABVP മാത്രം പ്രവർത്തിക്കുന്ന, ABVPക്ക് മാത്രം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു ക്യാമ്പസാണ്. ഇപ്പോൾ ആദ്യമായിട്ടല്ല, നിരവധിയായിട്ടുള്ള തവണ പലതരത്തിൽ പല വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ആ കോളേജിൽ നിന്ന് ഉയർന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഭീകരമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കേണ്ടി വരുന്ന സാഹചര്യം അത് ദൗർഭാഗ്യകരമാണ്. പ്രതികളെ അടിയന്തരമായിട്ട് ഉടനെ തന്നെ കുറ്റക്കാരായ കർശനമായിട്ടുള്ള നടപടി, അത് കേവലം കേസ് മാത്രം ചാർത്തപ്പെടുകയല്ല വേണ്ടത്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേസ് പറയാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഘർഷാവസ്ഥ ഉടലെടുക്കുമ്പോൾ എത്തരത്തിലൊരു ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് പോകും? ഒരു കൃത്യമായ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ അവർക്കുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയല്ലേ ഒരു വിദ്യാർത്ഥി സംഘടനകൾ രൂപീകരിക്കപ്പെടേണ്ടത്, അത് നടത്തിക്കൊണ്ടു പോകേണ്ടത്? ഇപ്പോൾ അത് തന്നെ അവരുടെ അധികാരം കൈയാളുന്ന ഒരു രീതിയിലേക്ക് തന്നെ ഇതിനെ മാറ്റിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്കും അതൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമല്ലേ? അല്ല, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നൊരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഏകാധിപത്യ തരത്തിലുള്ള ക്യാമ്പസുകൾ മുഴുവൻ ആ ഏകാധിപത്യ കോട്ടകൾ തകർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ മറ്റ് ക്യാമ്പസുകളിലൊക്കെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളതിന്റെ പേരിലൊക്കെ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന സമീപനം ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ നേതൃത്വത്തിൽ ഒരു കാലത്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ KC ഉൾപ്പെടെയുള്ള സംഘടനകളെ ആ ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനവുമായിട്ട് കടന്നു വന്നതിന് ശേഷം അത്തരത്തിലുള്ള മർദ്ദനങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. അവിടെ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. KC SFI പോലുള്ള സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികളെ പരിപാടിക്ക് വരാത്തതിന്റെ പേരിൽ മർദ്ദിക്കുന്ന, അങ്ങനെ അതായത് നിർബന്ധിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാര്യം അവിടെ KC ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അവിടെ കടന്നു വന്നിട്ടുണ്ട്. KC ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം നമുക്ക് വലിയ രീതിയിലല്ലെങ്കിൽ പോലും നമ്മളൊക്കെ അതിനകത്ത് വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള രീതിയിൽ കടന്നു വന്ന ശേഷം അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ധനുവച്ചപുരം VTM കോളേജിനെ സംബന്ധിച്ചിടത്തോളം ABVP മാത്രമായിട്ട് വർഷങ്ങളോളം അവർ മാത്രം ഏകാധിപത്യ പ്രവർത്തനം നടത്തുന്ന ഒരു ക്യാമ്പസ് ആയപ്പോൾ തന്നെ അവിടെ മറ്റു സംഘടനകൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. മറ്റു സംഘടനകളിലുള്ളവർ വിദ്യാർത്ഥികൾ അവിടെ മറ്റു സംഘടനകളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും അവർ ABVPയുടെ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയില്ലെങ്കിലും അവരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഉൾപ്പെടെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന സാഹചര്യം അതിപ്പോഴല്ല. നമ്മുടെ മുൻപ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റൊരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ മകനെ, അവന്റെ അമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയതിന്റെ പേരിൽ ആ വിദ്യാർത്ഥി അവിടെ പഠിക്കാൻ പോയതിന്റെ പേരിൽ ആ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിരന്തരമായിട്ട് ഇത്തരത്തിൽ ABVPയും SFIയുടെ രീതിയിൽ ഒരു ഫാസ്റ്റ് സമീപനങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും അത്ര സജീവമായിട്ട് തന്നെ അവർ പലപ്പോഴും വന്നിരുന്ന ചാനലുകളിലൊക്കെ വിളമ്പുന്നത് കാണാം. പക്ഷെ അവരും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് തന്നെയാണ്, ഫാസിസ്റ്റ് സമീപനം തന്നെയാണ്. തിരുത്താൻ തയ്യാറാകണം. ഏകാധിപത്യപരമായിട്ട് അവർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം. വിദ്യാർത്ഥികളെ പരിപാടികളിൽ പങ്കെടുത്തില്ല എന്നുള്ളതിന്റെ പേരിലൊക്കെ തല്ലിച്ചതയ്ക്കുന്ന സമീപനത്തിൽ നിന്ന് അത് ഏത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും, അത് ഇപ്പോൾ KSU ആണെങ്കിൽ പോലും, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളാണെങ്കിൽ പോലും അത്തരത്തിലുള്ള സമീപനങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇത് കാരണം, ഇത്തരത്തിലുണ്ടാകുന്ന മർദ്ദനങ്ങൾ കാരണം ക്യാമ്പസുകൾക്കകത്ത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർക്കപ്പെടുന്നത് മൂലം രക്ഷിതാക്കൾക്ക് പോലും മക്കളെ ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിടുന്നതിൽ ഒരു വിമുഖത കാണുന്നത് നമുക്ക് കുറച്ചു കാലങ്ങളായി അത്തരത്തിലൊരു വിമുഖത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് മാറ്റമുണ്ടാകണമെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.